നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ദേശീയപാത സംരക്ഷണ സമിതിയും UDF ആഹ്വാനം ചെയ്ത ദേവികുളം താലൂക്ക് ഹർത്താൽ അടിമാലി മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. പ്രതിഷേധ സൂചകമായി ദേശീയപാത സംരക്ഷണ സമിതി നേര്യമംഗലത്തേക്ക് നടത്തിയ ലോങ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായി KM സാബു മാത്യു പോലീസ് ആസ്ഥാനത്ത് ചുമതലയേറ്റു. ജനങ്ങളോട് മാന്യമായി പെരുമാറുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനസൗഹൃദ പോലീസിംഗ് നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് പുതിയ ജില്ലാ പോലീസ് മേധാവി. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും KM സാബു മാത്യു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ജില്ലയിലും വ്യാപക പ്രതിഷേധം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ മതസംഘടനകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് RSSന്റെ ഹിന്ദുത്വ അജണ്ട രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിന്റെ ഭാഗമെന്ന വിമർശനം. ഉടുമ്പൻചോലയിലെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുപ്പിനിടെ ഏലക്ക മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ. അറസ്റ്റിലായത് തേനി സ്വദേശി മുരുകൻ. ഇയാൾ ഏലത്തോട്ടങ്ങളിൽ ജോലിക്കായി തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ എത്തിക്കുന്നയാൾ. വിശദമായ വാർത്തകൾ. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതിയും UDF ആഹ്വാനം ചെയ്ത ദേവികുളം താലൂക്ക് ഹർത്താൽ അടിമാലി മേഖലയിൽ പൂർണ്ണം. പ്രതിഷേധ സൂചകമായി ദേശീയപാത സംരക്ഷണ സമിതി നേര്യമംഗലത്തേക്ക് നടത്തിയ ലോങ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. അടിമാലിയിലടക്കം കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. സ്വകാര്യ ബസ്സുകളും KSRTCയും സർവീസ് നടത്തി. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വന്ന സാഹചര്യത്തിനെതിരെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹൈറേഞ്ച് മേഖലയിൽ വലിയ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത്. നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട ദേശീയപാത സംരക്ഷണ സമിതിയും ഒപ്പം UDFും ദേവികുളം താലൂക്ക് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. അടിമാലി അടക്കമുള്ള ഇടങ്ങളിൽ ചുരുക്കം ചില വ്യാപാരശാലകൾ ഒഴികെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. ലോങ് മാർച്ചിൽ പങ്കെടുക്കാൻ ആളുകൾക്കെത്തുവാനുള്ള സൗകര്യാർത്ഥം സ്വകാര്യ ബസ് സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. KSRTC ബസ്സുകളും സർവീസ് നടത്തി. ലോങ് മാർച്ചിനു ശേഷം നേര്യമംഗലം പാലത്തിന് സമീപം പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞു. 3-ാം മൈലിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തായിരുന്നു ലോങ് മാർച്ചിന് തുടക്കം കുറിച്ചത്. ഇടയ്ക്ക് മഴയെത്തിയെങ്കിലും പ്രതിഷേധം തണുത്തില്ല. നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലെത്തിയതോടെ പ്രതിഷേധം കൂടുതൽ കടുത്തു. നേര്യമംഗലം പാലം പിന്നിട്ട് ലോങ് മാർച്ച് നേര്യമംഗലം ടൗണിന് സമീപം അവസാനിച്ചു. തുടർന്ന് പ്രതിഷേധ സമ്മേളനം നടന്നു. കോതമംഗലം രൂപതാ വികാരി ജനറൽ ഫാദർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അന്നത്തെ രാജാക്കന്മാർക്കും ഭരണകർത്താക്കളും ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. 1931 ശ്രീചിത്ര തിരുനാൾ ഭരണം ഏറ്റെടുക്കുന്നത് ബാലരാമവർമ്മ. ആ ശ്രീചിത്ര തിരുനാളിന്റെ സമ്മർ റെസിഡൻസാണ് ചിത്രപുരം. 1932 തൊട്ട് ഈ പാലം ഉണ്ടായി. 1935 ഈ പാത വലിയ സഞ്ചാരപാതയെ മാറുകയും 1935 പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ CP ആണ് ദിവാൻ. അദ്ദേഹം നൽകിയ വലിയൊരു ആനുകൂല്യമാണ് ഈ റോഡിന് 100 അടി വീതി ഉണ്ട് എന്നുള്ളത്. റോഡിന് മധ്യത്തിൽ നിന്ന് ഒരു വശത്തേക്ക് 50 അടിയും മറുവശത്തേക്ക് 50 അടിയും ഉൾപ്പെടെ 100 അടി വീതിയിലെ ഈ റോഡ് അന്ന് തിരുവനന്തപുരത്ത് ദിവാൻ അനുവദിച്ചതാണ്. 1947 ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം അതിനുള്ള നിയമങ്ങൾ മുഴുവൻ മുക്കിക്കളഞ്ഞിട്ട് പുതിയൊരു നിയമം വനംവകുപ്പ് എഴുതാൻ പോയി തുടങ്ങിക്കഴിഞ്ഞാല് ഈ ഭൂമി ജീവിക്കുന്നവർക്ക് 1947 മുന്നിലുള്ള വേരുകൾ നഷ്ടപ്പെടുകയാണ്. ദേശീയപാത സംരക്ഷണ സമിതി ചെയർമാൻ PM ബേബി അധ്യക്ഷത വഹിച്ചു. മുൻ MLA AK മണി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ മത സാമുദായിക കർഷക സംഘടനാ ഭാരവാഹികളും വ്യാപാരി സംഘടനാ പ്രതിനിധികളും വിവിധ കൂട്ടായ്മകളുടെ ഭാരവാഹികളും സമ്മേളനത്തിൽ സംസാരിച്ചു.
ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ 100 കണക്കിന് ആളുകൾ ലോങ് മാർച്ചിലും സമ്മേളനത്തിലും പങ്കുചേർന്നു. വനംവകുപ്പിന്റെയും പരിസ്ഥിതിവാദികളുടെയും ഉദ്യോഗസ്ഥ ലോബിയുടെയും തന്ത്രപരമായ നീക്കമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം. സർക്കാർ ഇടപെട്ട യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധത്തിലൂടെ ദേശീയപാത സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ജനങ്ങളോട് മാന്യമായി പെരുമാറുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനസൗഹൃദ പോലീസിംഗ് നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് ഇടുക്കിയുടെ പുതിയ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു ജില്ലാ ആസ്ഥാനത്ത് ചുമതലയേറ്റ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. മയക്കുമരുന്ന് ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൽ വെച്ച് പൊറുപ്പിക്കാൻ പറ്റുന്ന സംവിധാനമല്ല. ഇത് വളരെയധികം നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു. സ്കൂളുകളിലും മറ്റും സിറ്റികളിലും കേരളത്തിലെ മറ്റ് സിറ്റികളിലൊക്കെ വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഗവൺമെൻറ്റിൻ്റെ നയം തന്നെ നാർക്കോട്ടിക്കിനെതിരെയുള്ള ഒരു ആക്ഷനാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നയം തന്നെ ഈ മയക്കുമരുന്നിനെതിരെ ശക്തമായി നടപടിയെടുക്കണം എന്നുള്ളതാണ്. അതിന് ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുക്കും. 2, പോലീസിൻ്റെ ബിഹേവിയർ ടുവേഴ്സ് പബ്ലിക്, മാന്യമായിട്ട് പെരുമാറ്റം, അത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കും. പോലീസ് മാന്യമായിട്ട് ജനങ്ങളോട് പെരുമാറണം, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി പ്രയത്നിക്കണം. ഒരു പബ്ലിക് ഫ്രണ്ട്ലി പോലീസിംഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു സ്റ്റെപ്പുകൾ ഞാൻ എടുക്കും. 3-ാമതായി ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളിൽ മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കും. അതിനെ മാക്സിമം നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കും. അത് ഒരു താമസം ഇല്ലാതെ തന്നെ അതിനെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനനുസരിച്ചുള്ള എൻ്റെ സബോർഡിനേറ്റ്സിനെയും ജില്ലയിലെ മൊത്തം പോലീസ് ഫോഴ്സിനെയും നമ്മൾ എക്യുപ്ഡ് ആക്കും. 4-ാമതിൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കറപ്ഷൻ അനുവദിക്കത്തില്ല. 0 ടോളറൻസ് ടു കറപ്ഷനാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും കറപ്ഷൻ അനുവദിക്കത്തില്ല. അതിലേക്ക് ഒരു കൾച്ചറൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടാണ് ഉദ്ദേശമുണ്ട്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പോലീസിൻ്റെ മോഡേണൈസേഷനാണ്, കമ്പ്യൂട്ടറൈസേഷൻ. അത് വളരെയധികം പോലീസിൽ ഉണ്ട്. ബാക്കി ടെക്നിക്കലി പോലീസ് ഉദ്യോഗസ്ഥരെ എക്യുപ്ഡ് ആക്കുക, മാക്സിമം കേസുകൾ തന്നെ ഐകോപ്സ് വഴി ചെയ്യുക, അതുപോലെ തന്നെ പെനൽറ്റി കുറയ്ക്കുക, കോടതിയുമായിട്ട് നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. ഡിസ്പോസൽ ഓഫ് കേസുകൾ, ഇത്രയും പെട്ടെന്ന് കേസുകൾ ഡിസ്പോസ് ചെയ്താൽ മാത്രം അത്രയും കൂടുതൽ നീതി ജനങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതിനനുസരിച്ചൊരു പോലീസിംഗ് ആയിരിക്കണം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് RSSന്റെ ഹിന്ദുത്വ അജണ്ട രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിന്റെ ഭാഗമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. CPM പ്രവർത്തകർ, നഗരസഭാ കൗൺസിലർമാർ, തൊഴിലാളികൾ തുടങ്ങിയവർ പ്രകടനത്തിൽ പങ്കെടുത്തു. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളോട് വളരെ വലിയ പുരസ്കാരം അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്തുടനീളം ന്യൂനപക്ഷ വേട്ട നടക്കുകയാണെന്നും ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ നടത്തിയ വർഗീയവാദികൾക്ക് ഒത്താശ നൽകുന്ന സമീപനമാണ് BJP സർക്കാർ സ്വീകരിച്ചതെന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ലെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കന്യാസ്ത്രീകളെ സംരക്ഷിക്കണമെന്നും പരിരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയ ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് റബ്ബറിന് വില വർദ്ധിപ്പിച്ചാൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സഹായിക്കുമെന്ന് ചില മതമേലധ്യക്ഷന്മാർ BJPക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ വർഗീയ ശക്തികളും UDFും BJPയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണെന്നും CV വർഗീസ് ആരോപിച്ചു. ഇന്ത്യ രാജ്യത്തെ 29 സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാരുണ്ട്. വേദരംഗതള്ളുകാർ കാരാഗ്രഹത്തിലടച്ചപ്പോൾ ആ വേദരംഗതള്ളുകാർ കാരാഗ്രഹത്തിലടച്ച ഇന്ത്യയെ കാരാഗ്രഹത്തിലടച്ച ആ കന്യാസികളെ സംരക്ഷിക്കാൻ, അവർക്ക് ആവശ്യമായ പരിരക്ഷ കൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ട ഇന്ത്യ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. ഇന്ത്യ രാജ്യത്തെ പലരും മുഖ്യമന്ത്രിമാരും ആവശ്യം ഉന്നയിച്ചില്ല. അതാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മതനിരപേക്ഷമായ കാഴ്ചപ്പാട്. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം VR സജി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ബി.ജെ.പി. സർക്കാരിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി കെ.പി.സി.സി. സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. ദൈവം നൽകിയ ജീവിതം മാനവന് വേണ്ടി സമർപ്പിക്കുന്ന സമർപ്പിത ജീവിതങ്ങളായ കന്യാസ്ത്രീകളെ ക്രൂരമായി വേട്ടയാടുന്ന സംഘപരിവാർ വർഗീയവാദികളുടെ നടപടി കാലം മാപ്പ് നൽകാത്ത കാപാലികത്വമാണെന്ന് തോമസ് രാജൻ പറഞ്ഞു. സന്യാസിനികൾക്കും വൈദികർക്കും വഴി നടക്കാനാവാത്ത വിധത്തിൽ രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാണെന്നും കേരളത്തിൽ കേക്കും ഉത്തരേന്ത്യയിൽ വിലങ്ങും സന്യാസ സമൂഹത്തിന് നൽകുന്ന ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ രാജ്യം ഒരു മതേതര രാജ്യമല്ല എന്ന് വരുത്തി തീർക്കാനും ഈ രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവത്തെ ഉന്മൂലനം ചെയ്യാനും ഹൈന്ദവ താല്പര്യമുള്ള വർഗീയവാദികളെ കയറൂരിവിട്ട് മറ്റ് മതസമുദായങ്ങളെ ഒന്നുമായി മുസ്ലിം സമുദായങ്ങളെ തീർത്തു കളയാൻ വേണ്ടിയുള്ള നടപടികൾ നടക്കുന്നു. ക്രൈസ്തവ വിഭാഗങ്ങളെ തീർത്തു കളയാൻ വേണ്ടിയുള്ള നടക്കുന്നു. ഒരു വശത്തെ ക്രിസ്മസിനും ഈസ്റ്ററിനും അരമനകളെ എത്തി പിതാക്കന്മാരെ കണ്ട് ആശീർവാദമാകുകയും മറുവശത്ത് സഭയുടെ ആളുകൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പാവപ്പെട്ട കന്യാസ്ത്രീകളെയും പ്രേക്ഷിത വേല ചെയ്യുന്ന ആളുകളെയും ജയിലടികൾക്കുള്ളിലേക്ക് പറഞ്ഞുവിടുകയും ചെയ്യുന്ന ഇത്തരം നെറികേടുകൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലാകമാനം നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ ജാല തെളിക്കൽ എല്ലാ പ്രതിഷേധവും ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ജനാധിപത്യ മതേതര നിഷേധങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മനോജ് മുരളി, ജോയി പൊരുന്നോലി, ജോസ് മുത്തനാട്ട, ഷാജി വെള്ളമാക്കൽ, ഷമേജ് കെ ജോർജ്, പ്രശാന്ത് രാജു, റൂബി വേഴമ്പത്തോട്ടം, ജോണി വടക്കേക്കര, അഡ്വക്കേറ്റ് സണ്ണി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ബി.ജെ.പി. സർക്കാരിനെതിരെ കട്ടപ്പനയിൽ ഡിവൈഎഫ്ഐ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മത തീവ്രവാദത്തിന് ഉദാഹരണമാണ് ബി.ജെ.പി. സർക്കാരിന്റെ നടപടികൾ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത ബി.ജെ.പി. സർക്കാരിന്റെ നടപടിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത്. ഗാന്ധി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ ഉദ്ഘാടനം ചെയ്തു. RSS ഈ രാജ്യത്ത് നടത്താൻ ശ്രമിക്കുന്നതിന്റെ ആദ്യപത്രം എന്നുള്ള നിലയിലാണ് ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ നടന്നൊരു ആക്രമണം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു വൈദികൻ നമുക്ക് ന്യൂസുകൾക്ക് നൽകുന്നൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ബൈബിള് പിടിച്ച് വെളിയിലേട്ടിറങ്ങിക്കഴിഞ്ഞാൽ അടികിട്ടുന്ന നാടാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡ് മാത്രമല്ല, കേരളത്തിൽ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ സാന്താക്ലോസിന്റെ വേഷം ധരിച്ചുകൊണ്ട് ബി.ജെ.പിക്കാർ കേക്കുമായി ഈ ക്രിസ്ത്യൻ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ മണിപ്പൂരും ബീഹാറും ഛത്തീസ്ഗഡും യു.പിയും അടക്കമുള്ള മറ്റ് വടക്ക് ദേശങ്ങളിൽ ആരാധനാലയങ്ങൾ തല്ലി തകർത്തും അതോടൊപ്പം തന്നെ മിഷണറിമാരെ തല്ലിക്കൊല്ലുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷനായിരുന്നു. വിവിധ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ബി.ജെ.പി. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. മോദി ഭരണത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ തലകുനിക്കേണ്ട ഗതികേടില്ലെന്ന് കെ.പി.സി.സി. നിർവാഹക സമിതി അംഗം എ.പി. ഉസ്മാൻ. ക്രിസ്ത്യൻ മിഷണറിമാരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമ്പനിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കന്യാസ്ത്രീകളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സി.പി. സലീം പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കെ.പി.സി.സി. നിർവാഹക സമിതി അംഗം എ.പി. ഉസ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മോദി ഭരണത്തിൽ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തലകുനിക്കേണ്ട ഗതികേടിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു.
ആത്മീയ പ്രവർത്തനം നടത്തുന്നവർക്ക്, സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്നവർക്ക് സ്വതന്ത്രമായത് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ ഓരോ ഭാരതീയ പൗരനും നമ്മുടെ രാജ്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളുമ്പോൾ ഇന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലകുനിക്കേണ്ട ഗതികേടാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായവരുടെ കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം ആഗ്രഹിക്കുന്നു. INTUC ജില്ലാ സെക്രട്ടറി PD ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാലി ബാബു, റിൻസി സിബി, ശശികല രാജു, സണ്ണി മാത്യു, ബാബു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് KCYM ചപ്പാത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൂചന മൗന പ്രതിഷേധ റാലി നടത്തി. ആൾക്കൂട്ട വിചാരണയ്ക്ക് മുമ്പിൽ കണ്ണു തുറക്കാത്ത നിയമ സംവിധാനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. ഇടവക വികാരി ഫാദർ സുരേഷ് ആന്റണി, ചപ്പാത്ത് സെന്റ് പയസ് കോൺവെന്റിലെ സന്യസ്തർ, KCYM പീരുമേട് മേഖലാ സെക്രട്ടറി ജോബിൻ രാജൻ, മുൻ ഇടവക സമിതി സെക്രട്ടറി ജെയിംസ് കൊടേക്കനാൽ, KCYM ചപ്പാത്തി യൂണിറ്റ് പ്രസിഡന്റ് അനീറ്റ P സ്റ്റാലിൻ, വൈസ് പ്രസിഡന്റ് അനൂജ് സതീഷ്, സെക്രട്ടറി ഷാരോൺ ഷിജു എന്നിവർ സംസാരിച്ചു. ഉടുമ്പൻചോലയിലെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുപ്പിനിടെ ഏലക്ക മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ. തേനി സ്വദേശി മുരുകനാണ് അറസ്റ്റിലായത്. ഏലത്തോട്ടങ്ങളിൽ ജോലിക്കായി തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ എത്തിക്കുന്നയാളാണ് ഇയാൾ. ഉടുമ്പൻചോല വട്ടപ്പാറയിലെ ഏലത്തോട്ടത്തിൽ നിന്ന് 75 കിലോ പച്ച ഏലക്ക മോഷ്ടിച്ച കേസിലാണ് തേനി സ്വദേശിയായ മുരുകൻ പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നും ഏലത്തോട്ടങ്ങളിലേക്ക് തൊഴിലാളികളെ എത്തിച്ചുവരുന്ന ഇയാൾ ഇവിടെ സ്ഥലം പാട്ടത്തിനെടുത്ത് ഏലകൃഷിയും ചെയ്യുന്നുണ്ട്. വട്ടപ്പാറയിൽ സേനാപതി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലേക്ക് തൊഴിലാളികളെ എത്തിച്ചിരുന്നതും മുരുകനാണ്. ഈ കൃഷിയിടത്തിൽ നിന്നാണ് ഏലക്ക മോഷണം പോയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. തോട്ടത്തിൽ വിളവെടുപ്പ് നടക്കുന്നതിനിടെ ഇയാൾ ഏലക്ക മോഷ്ടിച്ച പാട്ടത്തിനെടുത്തിരുന്ന സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു. ഏലക്ക എടുക്കുന്നതിനായി ഉടമസ്ഥൻ എത്തുന്നതിന് മുൻപേ മുരുകൻ തന്റെ ജീപ്പിൽ ഏലക്ക കടത്തിക്കൊണ്ടുപോയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മോഷണം പോയ ഏലക്ക മുരുകൻ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ നിന്നും കണ്ടെത്തി. മോഷണത്തിന് ഉപയോഗിച്ച വാഹനവും ഉടുമ്പൻചോല പോലീസ് കസ്റ്റഡിയിലെടുത്തു. നായർ സർവീസ് സൊസൈറ്റി കട്ടപ്പന സബ് കോടതിയിൽ നൽകിയ റിവ്യൂ പെറ്റീഷൻ കോടതി തള്ളി. ഹൈറേഞ്ച് താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള 21 കരയോഗങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊടുക്കുന്നില്ല എന്ന പരാതിയിൽ കട്ടപ്പന സബ് കോടതി 6 മാസത്തിനകം കരയോഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ഓഡിറ്റിംഗും നടത്തിക്കൊടുക്കുവാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെതിരായി NSS കട്ടപ്പന സബ് കോടതിയിൽ നൽകിയ റിവ്യൂ പെറ്റീഷനാണ് തള്ളിയത്. കരയോഗ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള ഉത്തരവാദിത്തം NSS രജിസ്ട്രാർക്കും യൂണിയൻ സെക്രട്ടറിക്കുമാണെന്ന് 2025 മാർച്ചിൽ കോടതി ഉത്തരവിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. 6 മാസത്തിനകം കരയോഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ഓഡിറ്റിംഗും നടത്തിക്കൊടുക്കുവാൻ കോടതി NSS രജിസ്ട്രാർക്കും യൂണിയൻ സെക്രട്ടറിക്കും ഉത്തരവ് നൽകുകയും ചെയ്തു. ഈ ഉത്തരവിനെതിരായി നായർ സർവീസ് സൊസൈറ്റി കട്ടപ്പന സബ് കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകി. ഈ പെറ്റീഷനാണ് കട്ടപ്പന സബ് കോടതി തള്ളിയത്. കോടതിയുടെ ആദ്യത്തെ ഉത്തരവ് നിയമാവലി അനുസരിച്ച് പൂർണ്ണമായും ശരിയാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ റിവ്യൂ പെറ്റീഷൻ കോടതി തള്ളുകയും ചെയ്തു. ഇതാണ് ആദ്യത്തെ ഉത്തരവ്. ഇതാണ് രണ്ടാമത്തെ റിവ്യൂ പെറ്റീഷൻ തള്ളിക്കൊണ്ടുള്ള സബ് കോടതിയുടെ ഉത്തരവ്. ഇന്നലെ NSSന്റെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ റിട്ട് കൊടുക്കുമെന്നാണ്. കട്ടപ്പന കോടതിയുടെ ഈ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിലൂടെ NSSന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയോ നഷ്ടമോ ഉണ്ടാക്കുന്നതല്ല ആ ഉത്തരവുകൾ. മറിച്ച് താഴെത്തട്ടിലെ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിൻ്റെ ശക്തി പകർന്നുകൊണ്ട് ജനാധിപത്യ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ ശക്തമായി നടത്തുന്നതിലൂടെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ടും വളരെയധികം സാമ്പത്തിക ബാധ്യതയും ഒത്തിരി ആളുകളുടെ സമയനഷ്ടവും ഒക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും വീണ്ടും നിയമയുദ്ധവുമായി NSSന്റെ മുൻപോട്ട് പോകുവാനുള്ള തീരുമാനം ഹൈറേഞ്ചിലെ നായർ സമുദായ അംഗങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ പറ്റൂ. കരയോഗ തെരഞ്ഞെടുപ്പുകൾ നടത്താതെ തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ പുറത്താക്കാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി NSS സ്വീകരിക്കുന്ന കുറുക്കുവഴിയാണ് ഈ ഉത്തരവിലൂടെ കോടതി അടച്ചതെന്നും ഇത് NSS നേതൃത്വത്തിനേറ്റ കടുത്ത പ്രഹരമാണെന്നും ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ പ്രതികരിച്ചു. പീരുമേട് കല്ലാർ ഓട്ടപ്പാലത്തിന് സമീപം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച് കാട്ടാനകൾ. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണ്. രാവിലെയാണ്
കല്ലാർ പരുന്തുംപാറ സത്രം റോഡിന് 50 മീറ്റർ അകത്തുള്ള തേയിലത്തോട്ടത്തിൽ കാട്ടാനകൾ നിൽക്കുന്നതായി ജനങ്ങൾ കാണുന്നത്. 2 കാട്ടാനകളാണ് ഇവിടെയുള്ളത്. രാത്രികാലങ്ങളിൽ കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ പ്രദേശവാസികളുടെ കൃഷി നശിപ്പിക്കുന്നത് തുടർക്കഥയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലും പതിവ് പോലെ കാട്ടാനകൾ കൂട്ടമായി പ്രദേശത്തെത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് 12 വാർഡ് കല്ലാറിലെ കോളനിയിലും അതോടൊപ്പമുള്ള ഓട്ടപ്പാലം പ്രദേശങ്ങളിലെല്ലാം ആനശല്യം വളരെ അതിരൂക്ഷമായിട്ടിരിക്കുന്നു. ഇത് എന്നും കേട്ടുകഴിവില്ലാത്ത രീതിയിലാണ് ഈ മേഖലയിൽ ആനയിൽ വന്നിട്ട് നമ്മുടെ പ്രദേശമെല്ലാം കൃഷിയും വാഴയും തെങ്ങുമെല്ലാം നശിപ്പിക്കുന്നത്. ആളുകൾ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭീതിയോടെയാണ് ആളുകൾ കിടന്നുറങ്ങുന്നത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കഴിഞ്ഞ 2017 മുതൽ അത് 2 ആന ഉണ്ടായിരുന്ന കല്ലാറുകളെ കയറിയിട്ട് ഇന്ന് അത് പെറ്റുപിരുകി കല്ലാർ പ്രദേശം കോളനി ഓട്ടപ്പാലം പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴിക്ക് അതോടൊപ്പം ജനവാസ മേഖലയ്ക്കെല്ലാം കൂട്ടം തിരിഞ്ഞ് 2-3 ആനയായിട്ട് പല പ്രദേശങ്ങളിലും ഇവൻ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. കാട്ടാനകളെ കണ്ടതോടെ ജനങ്ങൾ വിവരം RRT സംഘത്തെ അറിയിച്ചു. ഇവർ സ്ഥലത്തെത്തി കാട്ടാനകളെ തുരത്തുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. HCN വാർത്ത ഫലം കണ്ടു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് KCB ഉദ്യോഗസ്ഥരെത്തി പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം അപകടകരമായ രീതിയിൽ കയർ കെട്ടി നിർത്തിയ വൈദ്യുതി പോസ്റ്റിന്റെ വാർത്ത HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട മാർക്കറ്റിന് എതിർവശത്ത് 11 kV ലൈൻ കടന്നു പോകുന്ന വൈദ്യുതി പോസ്റ്റാണ് അപകടാവസ്ഥയിൽ നിന്നിരുന്നത്. പലതവണ നാട്ടുകാർ വിഷയം KCB അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. കയർ കെട്ടി നിർത്തിയിരിക്കുന്ന പോസ്റ്റിന്റെ അപകടാവസ്ഥ കഴിഞ്ഞ ദിവസം HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് KCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി പോസ്റ്റ് പുനഃസ്ഥാപിച്ചത്. മാട്ടുക്കട്ട മാർക്കറ്റിന് സമീപം മെയിൻ റോഡിൽ 11 kV പോസ്റ്റ് ചെരിഞ്ഞ് കയറിട്ട് കെട്ടി നിർത്തിയിരുന്നതാണ്. അത് JCB ബോർഡ് വന്ന് അതിൻ്റെ അപകടാവസ്ഥ പരിഹരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ HCN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത ചെയ്തതിന് ഫലമായിട്ടാണ് ആ പോസ്റ്റ് നൂർക്ക് ബലവത്താക്കിയിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അപകടകരമായ രീതിയിൽ മറ്റു വൈദ്യുതി പോസ്റ്റുകളും നിൽക്കുന്നുണ്ടെന്നാണ് പരാതി. ഇവ അടിയന്തരമായി മാറ്റുന്നതിന് KCB അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളം സർക്കാർ LP സ്കൂളിന് സമീപം കഴിഞ്ഞ മഴക്കാലത്ത് റോഡരികിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി പ്രദേശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയൊരുക്കുന്ന നടപടി എങ്ങും എത്തിയില്ല. വീണ്ടും മഴക്കാലം എത്തിയതോടെ റോഡരികിൽ ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് ഒലിച്ചിറങ്ങി റോഡിന് മധ്യഭാഗം വരെ എത്തുന്ന സ്ഥിതിയാണ്. നിർമ്മാണം നടത്തി സുരക്ഷയൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച പ്രദേശവാസികൾ സമരത്തിനൊരുങ്ങുകയാണ്. പാതയോരത്തു നിന്നും വലിയ തോതിൽ മണ്ണും ഒപ്പം മരങ്ങളും റോഡിലേക്ക് ഇടിഞ്ഞു ചാടുകയായിരുന്നു. പാതയോരത്തേക്കാണ് മണ്ണ് ഇടിഞ്ഞെത്തിയതെന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല. പക്ഷേ മാസങ്ങൾ പിന്നിട്ട് അടുത്ത മഴക്കാലത്തും പാതയോരത്ത് ഇടിഞ്ഞുകിടക്കുന്ന മണ്ണ് പൂർണ്ണമായി നീക്കുന്നതിനും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയൊരുക്കുന്നതിനും നടപടി ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് NH പണി തുടങ്ങി 1.5 വർഷത്തിന് മുമ്പ് തൊട്ട് ഇതിങ്ങനെ വർഷം മഴ ഊർന്ന് മണ്ണ് വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് നടക്കാനും പറ്റത്തില്ല. ഞങ്ങളുടെ 10-30ഓളം കുടുംബക്കാർക്ക് താമസിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. ഈ മണ്ണെല്ലാം കൂടെ ഒഴുകി ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ വീട് സഹിതം അടിച്ചു പോകും. അപ്പോൾ സംരക്ഷണ ഭിത്തി കെട്ടിത്തരാമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ അതിന് തീരുമാനമായില്ല. പല പ്രാവശ്യം കളക്ടറുടെ അടുത്ത് ഞങ്ങൾ പരാതിയും കൊണ്ട് പോയിട്ടുണ്ട്, മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും തീരുമാനമൊന്നും ആയില്ല. ഈ കുറി തീരുമാനം ഉണ്ടാകണം. ഇല്ല എങ്കിൽ നാളെ ഞങ്ങൾ ഈ പരിസരവാസികളെല്ലാവരും ചേർന്ന് സമരത്തിലേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീടിന്റെ മുകളിലുള്ള മരങ്ങളുണ്ട്, കുറച്ച് മരങ്ങൾ വെട്ടിമററ്റി ഇനിയും ഒരു 10ഓളം മരങ്ങൾ അവിടെ നിൽപ്പുണ്ട്. വീടിന്റെ മുകളിലായിട്ട് ആ മരങ്ങൾ വെട്ടിത്തരണം. സംരക്ഷണ ഭിത്തി കെട്ടിത്തരിക എന്നുള്ളതാണ് ഇതിന്റെ ഉചിതമായ മാർഗം. മണ്ണ് റോഡിൽ നിന്ന് വലിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. 2 ആഴ്ച മുമ്പ് ഊർന്നു വന്ന മണ്ണ് വാരി മുകളിലേക്ക് ഇട്ടു. പക്ഷെ അത് വീണ്ടും ഒഴുകി വന്ന് ഇപ്പം സീബ്ര ലൈനും കഴിഞ്ഞിങ്ങോട്ട് വന്നു. അപ്പം ഞങ്ങൾക്ക് നടന്നു പോകാൻ പോലും ഉള്ള അസൗകര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് മുമ്പ് പരിശോധന നടത്തുകയും നീക്കേണ്ടുന്ന മണ്ണ് സംബന്ധിച്ച് കണക്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കുറച്ച് മണ്ണ് നീക്കുകയും ചെയ്തു. നിർമ്മാണ ജോലികൾ വൈകാതെ ആരംഭിക്കുമെന്നായിരുന്നു തങ്ങളുടെ പ്രതീക്ഷയെന്നും പ്രദേശവാസികൾ പറയുന്നു.
ഇത് 1.5 വർഷത്തിന് മുമ്പേ തുടങ്ങി. ഞങ്ങളിത് 3-4 പ്രാവശ്യമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ മീഡിയക്കാരുടെ അടുത്തും പറഞ്ഞു, കുറേ പേര് വന്നു, NH-കാരും വന്നു, കുറേ പേരോട് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. സംരക്ഷണ ഭിത്തി കെട്ടിത്തരാന്ന് പറഞ്ഞു. അതിൻ്റെ സാങ്ഷൻ ആയിട്ടുണ്ട്. ഇതുവരെ അവരും വന്ന് കെട്ടിത്തന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ആ മരം വെട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇനി നാളെ തുടങ്ങി ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഇറങ്ങുക, സമരത്തിന് ഇറങ്ങുക. കളക്ടറേറ്റിലോട്ടും NH-ന്റെ ദേശീയപാതയുടെ ഇതിനകത്തോട്ട് ഞങ്ങൾ ഇറങ്ങുക. എന്നാൽ തുടർ നടപടികൾ ഇഴഞ്ഞതോടെ റോഡരികിൽ ഇടിഞ്ഞു കിടക്കുന്ന ശേഷിക്കുന്ന മണ്ണ് ഒലിച്ചിറങ്ങി റോഡിന് മധ്യഭാഗം വരെ എത്തുന്ന സ്ഥിതിയാണ്. നിർമ്മാണം നടത്തി സുരക്ഷയൊരുക്കാത്തതിൽ സമരത്തിനൊരുങ്ങുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. നമ്മുടെയൊക്കെ വീട്ടിൽ 75-80 വയസ്സുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ 30 കുടുംബം ഇവിടെ നിന്ന് ഒറ്റ അടിക്ക് ഞങ്ങൾ പോകും. രാത്രിയിൽ ഞങ്ങൾ ഒത്തിരി പേടിച്ചാണ് ഇപ്പൊ കുറേ നാളുകളായിട്ട് ഞങ്ങൾ ഉറങ്ങുന്നത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രമേ ഞങ്ങളുടെ ഉറക്കമുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ എഴുന്നേക്കുന്നു, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് റോഡിന് താഴ്ഭാഗത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടായതോടെ ഈ കുടുംബങ്ങളോട് വേണ്ടി വന്നാൽ സുരക്ഷിത സ്ഥലത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരുന്നു. മണ്ണിടിച്ചിലുണ്ടായതിന് മുകൾ ഭാഗത്ത് വിള്ളൽ സംഭവിച്ചതും കഴിഞ്ഞ മഴക്കാലത്ത് ആശങ്ക വർദ്ധിപ്പിച്ചു. സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കാത്തതിനാൽ ശക്തമായ മഴ തുടർന്നാൽ പ്രദേശത്തിനിയും മണ്ണിടിയാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ ഈ ഭാഗത്ത് റോഡിന് കൂടുതൽ മർദ്ദം താങ്ങേണ്ടിയതായി വരും. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി വാഹനയാത്രികർക്ക് തലവേദനയാകുന്നു. കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. മഴ പെയ്തതോടെ കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ്. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇരുവശങ്ങളിലേക്കും ഇതുവഴി വാഹനങ്ങൾ കടന്നുപോയിരുന്നുവെങ്കിലും പഴയ പാലത്തിന് സമീപം പുതിയ പാലം നിർമ്മിച്ചതോടെ ഇരു പാലങ്ങളിലൂടെയുമുള്ള യാത്ര വൺ വേ ആയി ക്രമീകരിച്ചു. പഴയ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴിയാണിപ്പോൾ പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. മഴ പെയ്തതോടെ കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു. മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. பாலம் பார்த்துக்கிங்க, இப்போ 1 வருஷம் ஆச்சு. இது வரைக்கும் ஆச்சு, சம்மந்தப்பட்ட அதிகாரிகள் ஒன்றுமே செய்யறதில்லை. ஆயிரக்கணக்கான வண்டிகள் வந்து போய்கிட்டு இருக்கு. ஆக்சிடெண்ட் ஆயிருக்கு, பைக்கு போக மாட்டேங்குது, பைக் அதில் போனாலுமே அடி தட்டுது. இப்படிப்பட்ட இருக்குல்ல, உங்களுக்கு சம்மந்தப்பட்ட அதிகாரிகள் சொல்லி மடுத்தாச்சு. இருந்தாலும் அது சம்மந்தப்பட்ட அதிகாரிகள் வந்துட்டு அதை வந்துட்டு ஆக்சிடெண்ட் வராமல் இருக்கிறதுக்கு தகுந்த நடவடிக்கை எடுக்கணும். ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത്. കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത്. സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി. പഴക്കമേറെയുള്ള ഈ പാലത്തിലെ കുഴി നികത്താൻ നടപടി വേണമെന്നാണ് ആവശ്യം. കടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ അനിയന്ത്രിതമായി സ്വകാര്യ വാഹനങ്ങൾ സ്റ്റാൻഡിൽ കയറുന്നതും അനധികൃത പാർക്കിങ്ങും തടയാൻ അധികൃതർ തയ്യാറാകണമെന്ന് BDJS ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുവാറ. പൊതുനിരത്തിലുള്ളതിനേക്കാൾ വാഹനങ്ങളാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ കൂടി തലങ്ങും വിലങ്ങും പായുന്നത്. KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിന്റെ പിൻഭാഗത്തുൾപ്പെടെ സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നതിനും പുറപ്പെടുന്നതിനും പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് സ്റ്റാൻഡിൽ വലിയ തരത്തിൽ ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ യാതൊരുവിധ സുരക്ഷിതത്വമില്ലാതെയാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ കൂടി കടന്നു പോകുന്നത്. സ്വകാര്യ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ അടിക്കടി അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഗതാഗത പ്രശ്നങ്ങൾ ഈ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കാലങ്ങൾ മുതൽ ഇവിടുത്തെ ബസ് ജീവനക്കാരും യാത്രക്കാരും ഒക്കെ ആവശ്യപ്പെടുന്നതാണ് ഇതിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന്. യാതൊരു മാനദണ്ഡവുമില്ലാതെ അനിയന്ത്രിതമായി ഇതിലൂടെ ഈ സ്വകാര്യ വാഹനങ്ങൾ ചീറിപ്പായുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അനധികൃതമായി പാർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പൊതുനിരത്തിലുള്ളതിൻ്റെ 4 ഇരട്ടി വാഹനങ്ങളാണ് ഈ ബസ് സ്റ്റാൻഡിലെ 4 വഴിയിലൂടെ ഈ ബസ് സ്റ്റാൻഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത്. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്ക് യാതൊരുവിധ സുരക്ഷിതവും ഇല്ലാതെയാണ് ഈ ബസ് സ്റ്റാൻഡിലൂടെ വന്നു പോകേണ്ട സാഹചര്യമുള്ളത്. ഈ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ അടുപ്പിച്ച് തന്നെ നിരവധി അപകടങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കുന്നു. ആളുകൾക്ക് വളരെ ഗുരുതരമായി പരിക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ഈ സ്വകാര്യ വാഹനങ്ങൾ ചീറിപ്പായുന്നത്. പ്രത്യേകിച്ച് KSRTC ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തും അതുപോലെ കുമളി
ഇടുക്കി ഭാഗത്തേക്കുള്ള ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്നിടത്ത് ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് റിവേഴ്സ് ഇറങ്ങിയാണ് പോകുന്നത്. ആ ഒരു സമയത്ത് റിവേഴ്സ് എടുത്ത് ഇറങ്ങിപ്പോകാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ബസ് ജീവനക്കാരും അതുപോലെ KSRTC ബസ് ജീവനക്കാരും മറ്റ് ബസ് ജീവനക്കാരും അതുപോലെ ഇവിടുത്തെ വരുന്ന സ്വകാര്യ വാഹനങ്ങളിലെ ആളുകളും തമ്മിൽ വാക്കേറ്റം നിരന്തരമായിട്ട് പതിവാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരന്തരമായ പ്രശ്നങ്ങൾ ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതിനൊരു പരിഹാരം കാണേണ്ട മുനിസിപ്പൽ അല്ലെങ്കിൽ പോലീസ് അധികാരികൾ നിസ്സംഗത പാലിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തെങ്കിലും അപകടമുണ്ടായ ശേഷം അത് നടപടി സ്വീകരിക്കാൻ നിൽക്കാതെ അപകടങ്ങൾ ഉണ്ടാകാതെ ഉള്ള മുന്നറിയിപ്പ് അല്ലെങ്കിൽ മുൻകരുതൽ എടുക്കുന്നതിന് ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചതിനു ശേഷം നടപടികൾ സ്വീകരിക്കാൻ കാത്തിരിക്കാതെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നിലകൊള്ളുന്ന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപം റൂഫിംഗ് ചെയ്ത് സംരക്ഷിക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്താൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ഇതോടൊപ്പം ശനിയാഴ്ചകളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കട്ടപ്പനയിലെ പച്ചക്കറി ചന്ത പുനരാരംഭിക്കുവാനും തീരുമാനമായി. കൗൺസിൽ യോഗത്തിൽ 23 അജണ്ടകളാണ് ഉണ്ടായിരുന്നത്. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളുടെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നികത്താൻ കൗൺസിൽ തീരുമാനമായി. പുതുതായി 5 പേരെയാണ് നിയമിക്കുക. ഇതോടൊപ്പം കഴിഞ്ഞ കോവിഡ് കാലത്ത് നിന്നുപോയ മാർക്കറ്റിലെ ശനിയാഴ്ച തോറുമുള്ള പച്ചക്കറി ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനും തീരുമാനമായി. പച്ചക്കറി ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം നാളുകളായി നഗരസഭയുടെ മുൻപാകെ എത്തിയിരുന്നു. പച്ചക്കറി ചന്ത പ്രവർത്തിക്കുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനുണ്ട്. ഇത് പൂർത്തീകരിച്ച ശേഷം പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനം. കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ടെൻഡർ ഇട്ടു. അത് ചവർണ ഷൈച്ചറിനാണ് എടുത്തേക്കുന്നത്. ഈ മഴയുടെ ഇത് കുറയുമ്പം, വ്യാപ്തി കുറയുമ്പം അത് ഉടനെ തന്നെ അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ച് പണി തുടങ്ങുന്നതാണ്. കോവിഡ് കാലത്ത് നമ്മുടെ പച്ചക്കറി മാർക്കറ്റ് അടഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെയുള്ള വ്യാപാരികളടക്കം നിരവധി ആളുകൾ പച്ചക്കറി മാർക്കറ്റ് പുനരാരംഭിക്കണം എന്ന ഒരു നിർദ്ദേശം ഭരണസമിതിയുടെ മുമ്പാകെ നിരവധി തവണ നിവേദനമായും നേരിട്ടും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ശനിയാഴ്ചകളിൽ, ഇനിയുള്ള ശനിയാഴ്ചകളിൽ, കാരണം അവിടെ ഈ അടുത്ത ശനിയാഴ്ച എന്നല്ല, കാരണം അവിടെ അതിന്റെ ഇപ്പൊ താഴത്തെ ഫിഷ് മാർക്കറ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തതുപോലെ പച്ചക്കറി മാർക്കറ്റും കുറച്ച് കോൺക്രീറ്റ് പണി തീരാറുണ്ട് റോഡിന്റെ. ആ പണി ഇപ്പോൾ ഉടൻ തന്നെ പൂർത്തിയാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പണി പൂർത്തിയായാൽ ഉടൻ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും സ്ഥലം മാർക്ക് ചെയ്ത് കൊടുത്ത് ആ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് പച്ചക്കറി മാർക്കറ്റ് പുനരാരംഭിക്കുന്നതിന് ശനിയാഴ്ച മാത്രം പുനരാരംഭിക്കുന്നതിനുള്ള അംഗീകാരം ഇന്നത്തെ കൗൺസിൽ യോഗം കൊടുത്തിട്ടുണ്ട്. കൂടാതെ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മഹാത്മാ അയ്യങ്കാളി അംബേദ്കർ സ്മൃതി മണ്ഡപത്തിന്റെ റൂഫിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്താൻ കൗൺസിൽ തീരുമാനിച്ചു. വിഷയത്തിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. നിർമ്മാണം നിലച്ച റോഡിൽ ചൂണ്ടയിട്ട് BJP പ്രവർത്തകരുടെ പ്രതിഷേധം. ചിന്നക്കനാൽ പെരിയകനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് റോഡിലെ വെള്ളക്കെട്ടിൽ പ്രവർത്തകർ ചൂണ്ടയിട്ടത്. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള പാതയുടെ നിർമ്മാണമാണ് പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നത്. നിർമ്മാണത്തിനായി കോടികൾ അനുവദിച്ചെങ്കിലും കരാർ കമ്പനി പാതി വഴിയിൽ പണി ഉപേക്ഷിക്കുകയായിരുന്നു. നിരവധി സമരങ്ങൾ നടന്നെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാതെ വന്നതോടെയാണ് BJP പ്രവർത്തകർ റോഡിൽ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചത്. പരിപാടി ഈ റോഡിൽ ഈ കർക്കിടക മാസമായല്ലോ. കർക്കിടക മാസം ആയതുകൊണ്ട് ശരിക്കും പണിയില്ല. അപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഇങ്ങനെയൊക്കെ റോഡുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ 2-3 മീനൊക്കെ ചാടുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി, ശരി അപ്പം നമുക്ക് നല്ലൊരു പണി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ കടയിൽ കയറി പുറത്ത് വന്നായിരുന്നു. വന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തെ ജീവിതം നല്ലതെന്ന് പോകുന്നുണ്ട്. പക്ഷേ ഈ റോഡിൽ കൂടി പോകുന്ന വണ്ടിക്കാരും ഒരു ചിലർ മേടിച്ചുകൊണ്ട് പോയി എൻ്റെ അടുത്ത് മീൻ. അത് കാരണം കൊണ്ട് ഇപ്പോൾ വളരെ ചെയ്യണം. ഏത് റോഡാട്ടോ ഇത്? ചിന്നക്കനാൽ പഞ്ചായത്ത് സൂര്യനെല്ലി പോകുന്ന വഴിയാ. ഇവിടെ നിന്ന് പോടിമെട്ട് വഴിയാ. ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകളിൽ നിന്ന് മൂന്നാറിലേക്ക് എത്താനുള്ള ഏക യാത്രാ മാർഗമാണിത്. അയ്യപ്പൻകോവിൽ 6 ഏക്കർ ചെന്നിനായ്ക്കൻകുടി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. മേരികുളത്ത് നിന്ന് സിമന്റ് പാലം വഴി 6 ഏക്കർ ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലേക്ക് പോകുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ചില ഭാഗം കോൺക്രീറ്റ് ചെയ്തതല്ലാതെ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ നവീകരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല.
മഴക്കാലമായതോടെ റോഡിൽ വലിയ രീതിയിലുള്ള ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ പാടുപെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. അപ്പുറത്ത് ആൾറെഡി റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക, ആ കൂടെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, പക്ഷെ അതൊന്നും നടപടിയായിട്ടില്ല. പോകുന്ന വണ്ടിക്കാർക്കും ബുദ്ധിമുട്ട്, വീട്ടിലിരിക്കും നമുക്ക് ബുദ്ധിമുട്ട്, അപകടങ്ങളുണ്ടാകുന്നു. ചെറിയ കല്ലുവർക്കുള്ള കുഴികളൊക്കെ നേരത്തെ വിടുക. സിമന്റ് പാലം മുതൽ 6 ഏക്കർ വരെ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. സമീപ മേഖലയിലെ സ്കൂളുകളിലേക്ക് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അടിയന്തരമായ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 8 ലക്ഷം രൂപ മുടക്കി നവീകരിച്ച കട്ടപ്പന കൊച്ചുതോവാള കോളനി പുഞ്ചിരിക്കവല റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ മുടക്കിയാണ് കൊച്ചുതോവാള കോളനി പുഞ്ചിരിക്കവല റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. 155 മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് യാത്രായോഗ്യമാക്കിയത്. കട്ടപ്പന നഗരസഭയുടെയും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തി മേഖലയാണ് ഇവിടം. സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളും മറ്റും കടന്നുപോകുന്ന റോഡ് ആദ്യഘട്ടം 7 ലക്ഷം രൂപ മുടക്കി നഗരസഭയിൽ നിന്നും നവീകരിച്ചിരുന്നെങ്കിലും ബാക്കി ഭാഗം തകർന്നു കിടക്കുകയായിരുന്നു. ഈ ഭാഗമാണ് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയത്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായിൽ നിർവഹിച്ചു. നമ്മുടെ കൊച്ചുതോവാള വെട്ടിക്കുഴക്കോല റോഡിൻ്റെ ഒരു ബൈപ്പാസ് റോഡാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു റോഡാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളത് പലപ്പോഴും ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് കുട്ടപ്പൻ സാറ് എപ്പോൾ കാണുമ്പോഴും ഈ റോഡിൻ്റെ കാര്യം പറയും. ആദ്യം നമുക്കറിയാം ഈ റോഡ് തുടങ്ങുന്നിടം ഇവിടം ടാറിങ് ആയിരുന്നു. എന്നും ഈ ടാറിങ് പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്, കയറ്റമായിരുന്നുകൊണ്ട്. പക്ഷേ അത് മാറ്റി ഇത് കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ 7.5 ലക്ഷം രൂപ മുടക്കി നമ്മൾ ആദ്യം 7 ലക്ഷം രൂപ മുടക്കി നമ്മൾ കോളനിയിൽ നിന്നും ഈ ഭാഗം, ഈ ടാർ ചെയ്തിരുന്ന ഭാഗം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കുകയുണ്ടായി. എങ്കിലും നമ്മുടെ മോള് ഭാഗം വന്നപ്പോൾ, കടുപ്പിക്കാരുടെ വാതിൽവശം വന്നപ്പോൾ മൊത്തം പോയി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. സ്കൂൾ ബസ്സുകളടക്കം, നമുക്കറിയാം നിരവധി സ്കൂൾ ബസ്സുകളടക്കം പൊയ്ക്കൊണ്ടിരുന്ന ഒരു വഴിയാണ്. അപ്പം തീർച്ചയായിട്ടും ആ വഴി നന്നാക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അയൽവാസികൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഇത് ആവശ്യപ്പെടും. അതുപോലെ തന്നെ പറയാതെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ സാറ് എപ്പോൾ കണ്ടാലും പറയും, എടാ നീ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു ഗുരുഭൂതൻ എന്നുള്ള നിലയ്ക്ക് കൂടി സാറ് പറഞ്ഞപ്പോൾ അത് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. എങ്കിലും ആദ്യത്തെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് വെച്ചപ്പോൾ അത് സാധിക്കാതെ വന്നു. എങ്കിലും രണ്ടാമത് നമ്മൾ റിവിഷൻ പ്രോജക്റ്റുകളൊക്കെ പോയ സമയത്ത് മറ്റ് പല കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റ് പൈസകളൊക്കെ നമ്മുടെ വാർഡിലെ പൈസകളൊക്കെ ഒന്ന് ക്രമീകരിച്ചു കൊണ്ടുവന്ന് 8 ലക്ഷം രൂപ വെച്ച് നമ്മളിപ്പോൾ ആ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. KJ വർക്കി കുളക്കാട്ടുവയലിൽ അധ്യക്ഷനായിരുന്നു. തങ്കച്ചൻ ഉദിരക്കുളം, ജോയി പന്തമാക്കൽ, ടോമി നിരപ്പേൽ, പാപ്പച്ചൻ കടുപ്പിൽ, ടോണി നെല്ലമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പള്ളിക്കവലയിൽ ഫുട്പാത്ത് കയ്യേറി സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്റർ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും അപകട ഭീഷണിയാകുന്നു. നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം നടക്കുന്ന ഫുട്പാത്തിലാണ് ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ ജനറേറ്ററിന്റെ ഇരുമ്പ് കമ്പിയിൽ തട്ടി കാറിന് കേടുപാടുകൾ സംഭവിച്ചു. അടിമാലി കുമ്മളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന അമ്പലക്കവല റോഡിൽ പള്ളിക്കവലയിലാണ് ഫുട്പാത്ത് കയ്യേറി ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഊർജം എത്തിക്കുന്നതിനാണ് ഇത്തരത്തിൽ അനധികൃതമായി റോഡിന് വശത്ത് ജനറേറ്റർ സ്ഥാപിച്ചതെന്നാണ് പരാതി. കാൽനട യാത്രക്കാർ നടന്നു പോകുന്ന പാതയിലാണ് ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. 6ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ, ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് നിരവധി ആളുകൾ കാൽനടയായി യാത്ര ചെയ്യുന്നതും ഇതുവഴിയാണ്. ഇവർക്കെല്ലാം ഭീഷണി സൃഷ്ടിച്ചാണ് ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. യാതൊരുവിധ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. വൈകുന്നേരം 7:30 ആയപ്പോഴത്തേനും ക്യാഷ് എടുക്കാൻ വേണ്ടി ATM ക്യാഷ് എടുക്കാനായിട്ട് വണ്ടി ഇങ്ങോട്ട് തിരിച്ചപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഓരം ചേർത്ത് ഒരു ജനറേറ്റർ കൊണ്ട് സ്ഥാപിച്ചിരിക്കുക. 2 ദിവസമായി അതവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, 2 ദിവസമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ക്യാഷ് എടുക്കാൻ വന്ന വണ്ടി കയറ്റി കഴിയുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഒരു സൈഡ് മുഴുവൻ പോറിച്ചുകൊണ്ട് എൻ്റെ ഒരു സാധനം തള്ളി നിൽക്കുക. ഒരു വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് വന്നൊരു കമ്പി അതിലോട്ട് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും. ആ കമ്പി വണ്ടിയുടെ സൈഡ് മൊത്തം പോറിച്ചു പോകുന്നു. ദിവസേന ആയിരക്കണക്കിന് പിള്ളേർ, സ്കൂൾ പിള്ളേർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന വഴി, ജോലിക്കാർ, നിരവധി ആൾക്കാർ നടന്നു പോകുന്ന വഴിയുടെ സൈഡിലാണ് ഈ ജനറേറ്റർ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകണം. മുന്നറിയിപ്പ് സംവിധാനം മുന്നറിയിപ്പ് സംവിധാനം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഇതൊന്നുമില്ല, നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ജനറേറ്റർ കാണാം, ജനറേറ്റർ കടന്നു കഴിയുമ്പോഴാണ് ഈ സാധനം അടിയിൽ ഇങ്ങനെ തള്ളി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ റോഡിൽ നിന്നും പാർക്കിംഗിലേക്ക് തിരിഞ്ഞ കാറിന് ജനറേറ്ററിന്റെ മുൻഭാഗത്തെ ഇരുമ്പ് കമ്പിയിൽ തട്ടി കേടുപാടുകൾ സംഭവിച്ചു. ഇവിടെ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ജനറേറ്റർ
നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അയ്യപ്പൻകോവിൽ ചെന്നിനായ്ക്കൻകുടിയിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ അങ്കണവാടിക്ക് സമീപം കൂട്ടിയിട്ടിരിക്കുന്നതായി പരാതി. നാളുകളായി കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ചെന്നിനായ്ക്കൻകുടി അങ്കണവാടിയുടെയും ഇവിടുത്തെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിന്റെയും സമീപത്തായിട്ടാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. നാടുകളായി നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും വ്യാപകമായി ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇത് നാട്ടുകാരെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്നു. ഇവിടെ ബാലവാടി പ്രവർത്തിക്കുന്ന ഒരു ബാലവാടി പൊതുപരിപാടിയെല്ലാം ഇവിടെ നടക്കുന്ന സ്ഥലമാണിത്. അതിൻ്റെ ചുറ്റിനുമാണ് ഈ ഹരിതകർമ്മസേന കൊണ്ട് വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരൊക്കെ ഇതിൻ്റെ ദുർഗന്ധ കാരണം ഇത് പഠിക്കാൻ പറ്റുന്നില്ല. ഇത് പഞ്ചായത്തിൽ നിന്ന് പരാതിപ്പെട്ടിട്ട് പഞ്ചായത്തുകാർ ഇതെടുത്ത് മാറ്റുന്ന ഒന്നുമില്ല. മാസം വന്ന് 50 രൂപ കൊടുത്ത് വേസ്റ്റ് മേടിച്ചു കൊണ്ടുപോയി നമ്മൾ ഒരു പൊതുപരിപാടി നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചുറ്റിനുമാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇതൊന്നെങ്കിൽ എടുത്തു മാറ്റണം. മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നതിനാൽ പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യവും കൂടുകയാണ്. അലക്ഷ്യമായി ഇവിടങ്ങളിൽ തള്ളിയിരിക്കുന്ന മാലിന്യങ്ങൾ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. ഞങ്ങൾക്കൊരു പരിപാടി വെക്കണമെങ്കിൽ ഞങ്ങൾ ആദിവാസി കോളനിയിൽ ഓരോ പരിപാടി വരുമ്പോഴും ശിശുവിഹാറിൻ്റെ ഇങ്ങനെയുള്ള സ്ഥാപനത്തിലാണ് ഞങ്ങൾ പരിപാടി വെക്കുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തെളിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇഴജന്തുക്കൾ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അറിയത്തില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല. 1 വർഷത്തോളമായി. പിന്നെ വരുന്നു 50 രൂപ ഒരു വീട്ടിൽ നിന്ന് പിരിക്കുന്നു. ആ പൈസ ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ പഞ്ചായത്തിൽ ഒരു കേസിനും ഞങ്ങൾക്ക് ചെല്ലത്തില്ല. ഇതിൻ്റെ വാതിലും തുറക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു കറണ്ട് എടുക്കാനാണെങ്കിൽ പോലും ഒരു പരിപാടി നടത്താൻ ഒരു കറണ്ട് എടുക്കണേ പോലും അടുത്ത വീട്ടിൽ നിന്ന് ഒരു കേബിൾ വലിക്കാൻ പോലും പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് വാതിൽ തുറക്കാൻ പറ്റിയില്ല. ജനൽ പോയിരിക്കുക. ഒന്നാമത്തെ ഈ കെട്ടിടം മൊത്തം പോയിരിക്കുക. പലതവണ വിഷയം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പോളിടെക്നിക് പഠനത്തിന് അർഹതയുണ്ടായിട്ടും പഠന സൗകര്യവും പ്രവേശനവും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജ്. അപേക്ഷ സമർപ്പിച്ചിട്ടും അഡ്മിഷൻ ലഭിക്കാത്തവർക്കും നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അവസരമൊരുക്കിയിരിക്കുകയാണ് ഇവിടെ. 10ാം ക്ലാസ് പാസ്സായവർക്ക് 6 സെമസ്റ്ററുകളിലായി 3 വർഷ ഡിപ്ലോമ കോഴ്സുകൾക്കും +2 സയൻസ്, ITI, VHSC പാസ്സായ കുട്ടികൾക്ക് 2ാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം നേടി ഡിപ്ലോമ കരസ്ഥമാക്കാനുമാണ് അവസരമെന്ന് പ്രിൻസിപ്പൽ സുബി CK പറഞ്ഞു. 1997 മുതൽ പ്രവർത്തനം ആരംഭിച്ച പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജ് പഠന മികവിൽ ജില്ലയിൽ 1ാം സ്ഥാനത്തുള്ള പ്രധാന ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ കലാലയമാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നീ 5 ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെയുള്ളത്. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മോഡൽ പോളിടെക്നിക് കോളേജ് പൈനാവ്. തുടക്കത്തിൽ 2 ബ്രാഞ്ചുമായിട്ട് തുടങ്ങിയ ഈ സ്ഥാപനം ഇപ്പോൾ 5 ബ്രാഞ്ചുകളുമായിട്ട് മുന്നേറുകയാണ്. പുതിയതായിട്ട് വരുന്ന ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. നേരത്തെ ഉണ്ടായിരുന്ന 2 ബ്രാഞ്ചിന് പകരം അഡീഷണലായിട്ട് ചേർത്തിരിക്കുന്ന ബ്രാഞ്ചുകളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ എല്ലാ ബ്രാഞ്ചുകളിലേക്കുമുള്ള 1ാം വർഷ കുട്ടികളുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് തുടരുകയാണ്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1-ാം തീയതി വരെയാണ് സ്പോട്ട് അഡ്മിഷൻ പറഞ്ഞ് നടക്കുന്നത്. അതുപോലെ തന്നെ 2ാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രിയിലേക്കുള്ള അഡ്മിഷൻസും തുടരുകയാണ്. നമ്മുടെ കോളേജിലെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് വഴി കേരള സർക്കാർ തീരുമാനിച്ചതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കിട്ടുന്നത് വഴി കുട്ടികൾക്ക് ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഡിവിഷൻ എന്ന് പറയുന്ന ഡിവിഷനിലൂടെ തന്നെ കുട്ടികൾക്ക് ഏൺ ബൈ ലേൺ, പഠിക്കുന്നതിലൂടെ തന്നെ ഏണിങ്സ് കരസ്ഥമാക്കാനായിട്ടുള്ളൊരു അവസരം എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾ ഇതുവഴി അവർക്കൊരു പോക്കറ്റ് മണി സംഭരിക്കാനുള്ളൊരു ചാൻസും കൂടെ കിട്ടുകയാണ്. അടുത്തത് NSS എന്ന് പറയുന്ന നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് അവർക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡിലുള്ള അവരുടെ സർവീസുകൾ മെച്ചപ്പെടുത്താനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നു. കുട്ടികളെ കൂടുതൽ സോഷ്യലി റെസ്പോൺസിബിളായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് മാറ്റുന്നു. അവരുടെ ലീഡർഷിപ്പ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പുതിയ കരിക്കുലം പ്രകാരം എല്ലാ 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും സ്റ്റൈപ്പൻഡോടുകൂടി ഇന്റേൺഷിപ്പ് ലഭിക്കുന്നുണ്ട്.
ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് സെൽ, കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് ട്രെയിനിംഗ് എന്നീ മേഖലകളിൽ പ്രത്യേകം പരിശീലനം, പഠനശേഷം നിരവധി കമ്പനികളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി എന്നിവ സ്ഥാപനത്തിന്റെ സവിശേഷതകളാണ്. SC, ST, OBC, OEC വിഭാഗത്തിലുള്ളവർക്ക് നിയമാനുസൃതമായ ഫീസ് ഇളവ്, മറ്റ് അർഹമായ ആനുകൂല്യങ്ങൾ എന്നിവ കോളേജിൽ നിന്നും ലഭ്യമാണെന്നും പ്രിൻസിപ്പൽ സുബി CK അറിയിച്ചു. പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർക്ക് 8547005084, 8281423081 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. സാഹിത്യകാരി പുഷ്പമ്മ S ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 30 ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നത്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്തിൽ അധ്യക്ഷനായിരുന്നു. സാഹിത്യകാരി പുഷ്പമ്മ S ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുന്നത് എപ്പോഴാണ്? ആദ്യം നമ്മൾ തുടങ്ങുന്നത് സ്കൂളിൽ നിന്നും, പിന്നീട് സ്കൂളിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ സഹപാഠിയെ മനസ്സിലാക്കി എടുക്കുന്നതിലൂടെ, അല്ലേ? നമ്മുടെ സഹപാഠിയുടെ പേരറിയാം, അവന്റെ ഇഷ്ടങ്ങൾ അറിയാം, അവന്റെ ഇഷ്ടപ്പെട്ട നിറങ്ങൾ അറിയാം, ഇനി അവൻ പഠിക്കുന്നതാണോ എന്നറിയാം, അവന്റെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ അറിയാം. ഇതെല്ലാം നമുക്കറിയാം, അല്ലേ? അപ്പോൾ നമ്മൾ എന്തായി? ഒരു മനുഷ്യൻ എന്ന വലിയൊരു ആശയത്തിലേക്കുള്ള ആദ്യത്തെ പടി നമ്മൾ ചവിട്ടിക്കയറി. പക്ഷെ അത് മതിയോ നമുക്ക്? പോരാ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിക്കണം. നമ്മുടെ സമൂഹത്തെ പഠിക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? അറിയാമോ? നമ്മുടെ സമൂഹത്തെ പഠിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ എന്താണ്, മനുഷ്യൻ എന്ന തിരിച്ചറിവിലേക്കുള്ള ആ വലിയ പ്രയാണത്തെ താണ്ടി കടക്കാനായിട്ട് കഴിയുകയുള്ളൂ. സ്കൂൾ പ്രിൻസിപ്പൽ മാണി KC മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ക്ലബ്ബുകളുടെ സാഷ് അണിയിക്കലും നടന്നു. PTA പ്രസിഡന്റ് സിജു ചക്കുമ്പോട്ടിൽ, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ്, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ദീപു ജേക്കബ്, ജൂലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. രാജകുമാരി ഗവൺമെന്റ് സ്കൂൾ വികസനത്തിനായി നടപ്പിലാക്കുന്ന സാഫല്യം 2025 ആദ്യ നറുക്കെടുപ്പ് നടന്നു. എല്ലാ മാസവും ഓരോ നറുക്കെടുപ്പും 2026 ജനുവരിയിൽ ബമ്പർ നറുക്കെടുപ്പുമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കാർഷിക തോട്ടം മേഖലയിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയമാണ് രാജകുമാരി ഗവൺമെന്റ് സ്കൂൾ. സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് സാഫല്യം 2025 നടപ്പിലാക്കുന്നത്. വിവിധ പ്രവർത്തനങ്ങൾക്കായി എല്ലാ നാട്ടുകാരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താനാവുമെന്നതാണ് പദ്ധതിയുടെ നേട്ടം. കൂപ്പണുകൾ വിതരണം ചെയ്ത് ഇതിലൂടെ ലഭിക്കുന്ന തുക വികസനത്തിനായി വകയിരുത്തും. ഓരോ മാസവും നറുക്കിട്ട് സമ്മാനവും വിതരണം ചെയ്യും. ആദ്യ നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ നിർവഹിച്ചു. ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു നാടിന്റെ സമ്പത്താണ്. അത് കേവലം ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വളരെ കുറച്ചു പേരുടെയോ അല്ല. ഒരു സ്കൂളിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നിരവധിയാണ്. അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളാകാം, അവിടെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരാകാം, ആ സ്കൂളിൽ പഠിച്ച കുട്ടികളുടെ രക്ഷിതാക്കളാകാം, ഈ സ്കൂളിനെ സ്നേഹിക്കുന്നതിന്റെ ചുറ്റുവട്ടത്തുള്ളവരാകാം, സ്കൂളുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന പൊതുപ്രവർത്തകരെല്ലാം ആകാം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു സ്കൂള് എപ്പോഴും ഒരു നാടിന്റെ സമ്പത്താണ്. ഒന്നാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടറും, രണ്ടാം സമ്മാനം ഫ്രിഡ്ജും, മൂന്നാം സമ്മാനം 1 ഗ്രാം സ്വർണ്ണ നാണയവുമടക്കം നിരവധി സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ബമ്പർ നറുക്കെടുപ്പ് അടുത്ത വർഷം ജനുവരിയിൽ നടക്കും. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ സിജു മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സ്മിത പൗലോസ്, VHSC പ്രിൻസിപ്പൽ റിജിമോൻ തോമസ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷിബി SC, HM ഇൻചാർജ് സ്വപ്ന സുകുമാർ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രതിനിധി റോയി സ്റ്റീഫൻ, വ്യാപാരി വ്യവസായി പ്രതിനിധി PK പീതാംബരൻ, MS നസീറ തുടങ്ങിയവർ സംസാരിച്ചു.
കാഞ്ചാറിലപ്പക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് റാങ്കുകളുടെ തിളക്കം. MG സർവകലാശാല ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ 2 റാങ്കുകൾ ഇത്തവണ കോളേജ് കരസ്ഥമാക്കി. കൊമേഴ്സ് വിഭാഗത്തിലെ ദിവ്യാമോൾ G 2ാം റാങ്കും കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ ബെൻഷ BJ 10ാം റാങ്കും കരസ്ഥമാക്കി. കോളേജിലെ ചിട്ടയായ അധ്യയനവും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും നിസ്തുലമായ സേവനങ്ങളുമാണ് തങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് റാങ്ക് ജേതാക്കൾ പറഞ്ഞു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കിയുടെ മഴക്കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നിറഞ്ഞു തുളുമ്പുന്ന ജലാശയങ്ങളും മൺസൂൺ മഴയിൽ സമൃദ്ധമാകുന്ന ജലപാതങ്ങളുമൊക്കെ ചേർന്ന മനോഹര കാഴ്ചകൾ. അത്തരമൊരു മനോഹര കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ. തുള്ളിക്കൊരു കുടം കണക്കെ പെയ്തു വീഴുന്ന പെരുമഴ തോരുമ്പോൾ ഇടുക്കിയുടെ ഗ്രാമീണ പാതകളിലൂടെ വെറുതെ പോകണം. തൂവൽ വെള്ളച്ചാട്ടം പോലെ മൺസൂൺ മഴയിൽ പ്രകൃതി ഒരുക്കുന്ന നിരവധി കാഴ്ചകളുണ്ട് ഓരോ ഗ്രാമത്തിലും. പാറക്കെട്ടുകളിലൂടെ ചിന്നിച്ചിതറി താഴേക്ക് പതിക്കുന്ന ജലപാതം. മുകൾ ഭാഗത്തു നിന്നും താഴെ നിന്നും തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനാവും. മുകളിൽ നിന്ന് ദൂരേക്ക് ആർത്തൊഴുകുന്ന അരുവിയുടെ കാഴ്ച ലഭ്യമാകുമ്പോൾ താഴെ നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ എല്ലാ രൗദ്രതയും അടുത്തറിയാം. ശാന്തമായി ഒഴുകുന്ന ചെറു അരുവി പെട്ടെന്ന് രൗദ്രഭാവം പൂക്കുന്ന കാഴ്ച. ചെങ്കുത്തായ പാറക്കെട്ടിനെ കീഴടക്കി ആർത്തുല്ലസിച്ച് പതിക്കുന്ന ജലകണങ്ങൾ. കാഴ്ചയ്ക്ക് അതിമനോഹരമെങ്കിലും നിരവധി അപകട സാധ്യതകളുള്ള പ്രദേശമാണ് തൂവൽ. കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നവർ സാഹസികതയ്ക്ക് മുതിരരുതെന്ന് നാട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ള ബാരിക്കേഡുകളാണ് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ചെയ്തിട്ട് കാര്യമില്ല. റോഡിനെ കുറച്ച് അപ്പുറത്ത് നടപ്പ് വഴിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നടന്നിറങ്ങി വരുമ്പോൾ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞാൽ അതിനൊരു സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ബാരിക്കേഡുകൾ ഇവിടെ അത്യാവശ്യം നടന്നു പോകാനുള്ളൊരു ചെറിയ കൈപ്പിടിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള സർക്കാർ ലെവലിൽ ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടൂറിസ്റ്റുകൾ അവധി ദിവസങ്ങളിൽ മാത്രമേ ടൂറിസ്റ്റുകൾ കൂടുതൽ വരാറുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ കുറച്ച് ആൾക്കാർ വരാറുണ്ട്. അത് വലിയ പ്രശ്നമില്ലാതെ വരുന്നു പോകുന്നു. അത് അതിനേക്കാൾ അപ്പുറത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് ഞാൻ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അതെന്റെ സ്വന്തം റിസ്ക് വെച്ചിട്ടുണ്ട്. ഞാനത് മൊത്തത്തിൽ കവർ ചെയ്ത് വെച്ചിട്ട് എൻ്റെ ഒരു സെറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സ്വന്തം ഏറ്റവും അടുത്ത് നടക്കുന്ന വീട്ടാണ്. അപ്പോൾ വലിയ ശല്യമില്ല, വലിയ പ്രശ്നമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ചെയ്യാനുള്ള ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയ വാരിക്കാടിൽ വെച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം പോകില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഴ വൈബ് തേടി ഇടുക്കിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തൂവൽ വെള്ളച്ചാട്ടവും ഉൾപ്പെടുത്താം. സഖിന്റെ മടിത്തട്ടിലെ ഏറ്റവും മനോഹരമായ ജലപാതങ്ങളിൽ ഒന്നിന്റെ കാഴ്ചകളാണ് തൂവൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, Kattapana, Nijab Spices, Market Road, Kattapana, and Puthenmurikal Spices, KCB Junction, Kattapana.
കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 104, വിൽപ്പനയ്ക്ക് വന്നത് 14,296, വിൽപ്പന നടന്നത് 13,120, കൂടിയ വില 3,150, ശരാശരി വില 2,673. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,700, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 375, ഗ്രാമ്പു 800, കൊക്കോ 90, റബ്ബർ 200. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,170 രൂപ, വെള്ളി 125. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. GRK Spices, KCB Junction, Kattapana, Nijab Spices, Market Road, Kattapana, and Puthenmurikal Spices, KCB Junction, Kattapana. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ദേശീയപാത സംരക്ഷണ സമിതിയും UDFും ആഹ്വാനം ചെയ്ത ദേവികുളം താലൂക്ക് ഹർത്താൽ അടിമാലി മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഓട്ടോ ടാക്സി വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. പ്രതിഷേധ സൂചകമായി ദേശീയപാത സംരക്ഷണ സമിതി നേര്യമംഗലത്തേക്ക് നടത്തിയ ലോങ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായി KM സാബു മാത്യു പോലീസ് ആസ്ഥാനത്ത് ചുമതലയേറ്റു. ജനങ്ങളോട് മാന്യമായി പെരുമാറുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജനസൗഹൃദ പോലീസിംഗ് നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് പുതിയ ജില്ലാ പോലീസ് മേധാവി. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും KM സാബു മാത്യു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ജില്ലയിലും വ്യാപക പ്രതിഷേധം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ മതസംഘടനകളും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് RSSന്റെ ഹിന്ദുത്വ അജണ്ട രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിന്റെ ഭാഗമെന്ന വിമർശനം. ഉടുമ്പൻചോലയിലെ കൃഷിയിടത്തിൽ നിന്നും വിളവെടുപ്പിനിടെ ഏലക്ക മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ. അറസ്റ്റിലായത് തേനി സ്വദേശി മുരുകൻ. ഇയാൾ ഏലത്തോട്ടങ്ങളിൽ ജോലിക്കായി തമിഴ്നാട്ടിൽ നിന്നും തൊഴിലാളികളെ എത്തിക്കുന്നയാൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.